ആഴ്ച മുമ്പ് കാസർഗോഡ് നഗരത്തിലെ സലഫി മസ്ജിദ് പൂട്ടാൻ വേണ്ടി അവർ പരിശ്രമിച്ചപ്പോൾ അവിടെ നടന്നിരിക്കുന്ന ചില ശ്രമങ്ങളുടെ ഭാഗമായി ഒരു അറബി ഖുതുബയെ കുറിച്ച് ഇപ്പോൾ അവർ ആക്ഷേപിക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ? ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, പത്രങ്ങളൊക്കെ അത് വന്നിരുന്നു. മുജാഹിദ് പള്ളിയിൽ അറബി ഖുതുബ നടത്തിയതുണ്ട്. ആ ഖുതുബ നിർവഹിച്ചു എന്ന് പറയപ്പെടുന്ന ആൾ ഞാനാണ്, പ്രതി ഞാനാണ്. പ്രതികൾ കണ്ടില്ലേ? അവിടെ സുന്നികള് അങ്ങോട്ട് മാർച്ച് നടത്തിയൊന്നല്ല, മുജാഹിദീങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നമാണ്. കിട്ടിയ മിമ്പറിൽ എന്തൊരു ഇസ്ലാമാണ്, എന്തൊരു ഇസ്ലാമാ! 10 കൊല്ലം കൊണ്ട് കേരളത്തെ മുഴുവൻ ഇസ്ലാമിക രാജ്യാക്കൂ എന്ന് പറഞ്ഞ ആളുകളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതുകൊണ്ട് അവസാനിച്ചില്ല. ഇനിയും നിങ്ങൾ കേൾക്കാം, മുജാഹിദ് മൗലവിമാര് ആ മുജാഹിദ് മൗലവി ഈ ഇപ്പം നിങ്ങൾ കണ്ട അതേ മൗലവി തന്നെ ഒരു വിഷയം കൂടി പറയുന്നുണ്ട്. എന്താ അത് മറ്റൊന്നല്ല, അറബി മുജാഹിദിന്റെ പള്ളിയിൽ വന്നപ്പോ കുറച്ചുകൂടി പൈസ മുജാഹിദീങ്ങൾക്ക് കിട്ടുമെന്ന് കണ്ടപ്പോ അവിടെ അവര് അറബിയിൽ തന്നെ ഖുതുബ നടത്തി എന്നാണ് മൗലവിമാർ എന്നെ പറയുന്ന ഭാഗമാണ്. അത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇത് ഒരു പത്ര റിപ്പോർട്ടാണ്, മുജാഹിദ് പള്ളിയിൽ അറബി ഖുതുബ. ഇത് നടന്നത് എന്റെ തൊട്ടടുത്ത പ്രദേശത്താണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. തിരൂരങ്ങാടി മുജാഹിദ് പള്ളിയിൽ ജുമുഅക്ക് അറബി ഖുതുബ നിർവഹിച്ചത് അണികളെ ആശയക്കുഴപ്പത്തിലാക്കി. പെരുവള്ളൂർ സലഫി മസ്ജിദിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അറബിയിലുള്ള ഖുതുബ നടന്നത്. ഗൾഫിൽ നിന്നെത്തിയ ഒരു മൗലവിയാണ് അറബിയിൽ ഖുതുബ നടത്തിയത്. നിസ്കാരശേഷം KNM ഔദ്യോഗിക വിഭാഗം മണ്ഡലം സെക്രട്ടറി K കുഞ്ഞാലൻകുട്ടി മദനി ഖുതുബയുടെ മലയാളത്തിലുള്ള വിവർത്തനവും നടത്തി. എറണാകുളം സമ്മേളനത്തിൽ വന്നിരിക്കുന്ന ഒരു അറബിയിൽ നിന്ന് കുറച്ചുകൂടി പണം ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മുജാഹിദ് പള്ളിയിൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊണ്ട് അറബിയിലെ ഖുതുബ നിർവഹിപ്പിക്കുകയും ഖുതുബയും നമസ്കാരവും കഴിഞ്ഞ ശേഷം ഔദ്യോഗികമായിരിക്കുന്ന നേതാവ് തന്നെ എഴുന്നേറ്റുന്ന അതിന്റെ ട്രാൻസ്ലേഷൻ നിർവഹിക്കുകയും ചെയ്തു. നാട്ടിലുള്ള കാന്തപുരം സുന്നികൾ ഇറങ്ങി പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ അവര് പറഞ്ഞത്? അറബിയിലാണ് ഖുതുബ വേണ്ടത്, ആളുകൾക്ക് തിരിയണമെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് മലയാളത്തിൽ പറഞ്ഞുതരാൻ. ഇത് നടന്നത് കഴിഞ്ഞ വർഷമാണ്. 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ മാറ്റത്തിന്റെ ഒരു ചെറിയ സാമ്പിളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലെടുത്തു വെച്ചത്. ഇനി ധാരാളം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞാൻ ഇതിലെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് വരുന്നത്. പക്ഷേ അതിന്റെ നിജസ്ഥിതി, അതിന്റെ ഇന്നത്തെ സാഹചര്യം ഒന്ന് പറയണല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു ആമുഖം നിങ്ങൾ ശ്രദ്ധയിൽ എടുത്തു വെച്ചതാ. ഇതൊരു ശബാബാണ്. ഈ ശബാബിൽ മുജാഹിദ് മൗലവിമാർ എന്താ പറയുന്നത്? മുജാഹിദ് മൗലവിമാർ പറയുന്നത് അവരുടെ ഖുത്ബകളെ പറ്റിയാണ്. ഖുത്ബകളെ പറ്റി അവർ പറയുന്ന വിഷയം എന്താ? നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോ. സാധാരണക്കാരും മുജാഹിദ് സുഹൃത്തുക്കളും ഒക്കെ വളരെ നന്നായി കേൾക്കുന്നത് നല്ലതാണ്. നിങ്ങള് മൗലവിമാരുടെ മുന്നിൽ പോയിരിക്കുകയാണ് വെള്ളിയാഴ്ച. അങ്ങനെ വെള്ളിയാഴ്ച പോയിരുന്ന് അവർ വലിയ പ്രമാണങ്ങൾ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. ആയത്ത് ഓതുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഹദീസുകൾ ഓതുന്ന കേൾക്കുന്നുണ്ടാവും. പക്ഷേ അവര് ഹദീസും ആയത്തും ഓതി ദുർവ്യാഖ്യാനിക്കുകയാണ് വെള്ളിയാഴ്ചത്തെ നിങ്ങളുടെ മിമ്പറുകളിലൂടെ എന്ന് നിങ്ങളെ പത്രത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചാലോ? നമ്മുടെ ചില ഖത്തീബുമാര് ഇതൊന്നും കണ്ടിട്ടില്ല. പണ്ടെന്നോ പറഞ്ഞു പഴകിയ കുറെ ആയത്തുകളും ഹദീസുകളും യാതൊരു സ്ഥലകാല ബോധവുമില്ലാതെ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഒരു സ്ഥലകാല ബോധവുമില്ലാതെ പഴകിയ ആയത്തും ഹദീസും മൗലവിമാർ ഉദ്ധരിക്കുകയാണ് പോലും. ഇനി പറയുന്ന എന്താണ്? മുമ്പിലിരിക്കുന്ന സമൂഹത്തിന്റെ ആവശ്യങ്ങളെയോ ആവലാദികളെയോ അയാൾ ശ്രദ്ധിക്കുന്നേയില്ല. മുജാഹിദ് പള്ളിയിലെ പ്രഭാഷകന്മാര് വെള്ളിയാഴ്ച ഖുതുബ ഓതുന്ന ആൾക്കാരുണ്ടല്ലോ, മൗലവിമാര്, അവരെ സ്ഥിതി പറയാൻ അരമണിക്കൂർ നേരം വല്ലതുമൊക്കെ പറയണം. ഇതാണ് പോലും മൗലവിമാരുടെ നിലപാട്. കുറച്ച് ആയത്തുകൾ, കുറച്ച് ഹദീസുകൾ, ബാക്കിയെല്ലാം സ്വന്തം അഭിപ്രായങ്ങൾ.